വ്യവസായ മേഖലയിൽ 25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഹവായ് ഗ്രൂപ്പിന്റെ പ്രീമിയം പാർട്ട്നേഴ്സ് മീറ്റ് വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഹവായ് ഗ്രൂപ്പിന്റെ പുതിയ വെയർഹൌസ്, പ്രൊഡക്ഷൻ യൂണിറ്റുകൾ, ഇൻഡോ കൊറിയൻ ടെക്നോളജി വെഞ്ചർ എന്നിവയുടെ ലോഞ്ചും ചടങ്ങിൽ നടന്നു. ഇതോടൊപ്പം കേരളത്തിലെ സ്കൂളുകളും കോളേജുകൾക്കും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോബോട്ടിക്സ് വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹവായ് റോബോ ലാബ്സ് വികസിപ്പിച്ച അത്യാധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് പ്ലാറ്റ്ഫോമുകളും ചടങ്ങിൽ അവതരിപ്പിച്ചു. 250-ലധികം ബിസിനസ് പാർട്ണർമാരും ഡയറക്ടർമാരും പങ്കെടുത്ത ചടങ്ങിൽ ഹവായ് ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അലി, അജ്ഫാൻ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് കുട്ടി തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. നിർമ്മാണ മേഖലയിൽ നമുക്കറിയാം പല ഇന്നോവേഷൻസും പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകം മുഴുവൻ അത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു തികച്ചും പുതുമയാർന്ന ഒരു സംഭവമാണ് കൊറിയൻ സഹകരണത്തോടുകൂടി ഇതിൻ്റെ ഉടമസ്ഥർ ഇന്നിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ മാർക്കറ്റിൽ അത്രയധികം അറിയില്ല, പക്ഷേ വളരെയധികം പോപ്പുലർ ആവാൻ സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത്. 2014 മുതൽ ആരംഭിച്ച ഒരു കമ്പനിയാണ് ഹവായ് ഡോർസ് ആൻഡ് വിൻഡോസ്. ഇന്ന് ഞങ്ങൾക്ക് സൗത്ത് ഇന്ത്യയിൽ ആകമാനം 40ഓളം ഷോറൂമുകളുണ്ട്. നിലവിൽ 3 മാനുഫാക്ചറിംഗ് യൂണിറ്റുകളുണ്ട്. ഇനിയും ഒരുപാട് മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ABS ഡോർ. അപ്പോൾ ആ മേഖലയിലേക്ക് ഒരു ഇൻഡോ കൊറിയൻ വെഞ്ചറാണ് കാക്കനാട് ഏകദേശം 2.5 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഞങ്ങൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്.